എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഡേ ടു ടോക്കിൻ്റെ 50ാമത്തെ എപ്പിസോഡാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മളൊരു പ്രോമിസ് നൽകിയിട്ടുണ്ടായിരുന്നു, ലേഡീസിന് വേണ്ടിയിട്ടുള്ള അവരുടെ ബോഡിയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും അടുത്ത വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു ടോപ്പിക് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ലേഡീസിന് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണെന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. തീർച്ചയായിട്ടും ലേഡീസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മസ്റ്റായിട്ടും ബോയ്സ് അറിഞ്ഞിരിക്കണം. കാരണം എല്ലാം കണക്റ്റഡ് ആണല്ലോ. അതുകൊണ്ട് മസ്റ്റായിട്ട് കാണാൻ ശ്രമിക്കാം. ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വജീനൽ ഡിസ്ചാർജിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ യോനി സ്രവത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇല്ലെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ്, അല്ലെങ്കിൽ പല പേരുകളിൽ വിളിക്കും. അസ്ഥിയുരുക്കം, വെള്ളപോക്ക്, ഇല്ലെങ്കിൽ ലൂക്കോറിയ, അങ്ങനെ പല പേരുകളിലായിട്ട് ഈ ഒരു സംഭവം അറിയപ്പെടുന്നുണ്ട്. സോ ഇത് നോർമലാണോ അബ്നോർമലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ട് കാണുക. തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു അറിവ് തന്നെയായിരിക്കും. മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു അറിവ് കൂടിയാണെന്നുള്ളതാണ്. ലേഡീസ് മസ്റ്റായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്? ഇത് നോർമലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നോർമലായിട്ടുള്ള കാര്യമാണ്. എല്ലാ ലേഡീസിലും സാധാരണഗതിയിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അതൊരു അനുഗ്രഹം കൂടിയാണ്. നമ്മുടെ വജീന അല്ലെങ്കിൽ യോനി എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനാണ്, ഇല്ലെങ്കിൽ ഒരു സിസ്റ്റമാണ് അവിടെ. അപ്പോൾ സെൽഫായിട്ട് അത് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാകുന്നത്. അത് കുറച്ചും കൂടി ഒരു എക്സാമ്പിൾ സഹിതം പറയുകയാണെങ്കിൽ, നമ്മുടെ കണ്ണിൽ ഒരു പൊടി വീഴുകയാണെന്ന് കരുതുക. സോ ആ കണ്ണിൽ പൊടി വീഴുമ്പോൾ ആ പൊടി ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ ഒരു ബാക്ടീരിയ ഇൻഫെക്ഷൻ അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണപ്പോൾ തന്നെ കണ്ണുനീര് ഉൽപ്പാദിപ്പിച്ച് അത് ക്ലീൻ ചെയ്ത് കളയാൻ ശ്രമിക്കും. സോ അത് നമ്മൾ ചിന്തിച്ചിട്ട് കണ്ണിൽ കണ്ണുനീര് വരട്ടെ, അത് ക്ലീൻ ആവട്ടെ എന്ന് ചിന്തിച്ചിട്ടൊന്നുമല്ല. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരം അത് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സ്വാഭാവികമായിട്ട് ശരീരം തന്നെ ക്ലീൻ ചെയ്യുന്ന, വജീന ക്ലീൻ ചെയ്ത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു ഡിസ്ചാർജ് ഉണ്ടാകുന്നത്, വജീനൽ ഡിസ്ചാർജ് ഉണ്ടാകുന്നത്. ഇത് ചില ഗ്ലാൻസുകൾ, ഇപ്പോൾ സെർവിക്കൽ ഓപ്പണിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചില സെർവിക്കൽ ഗ്ലാൻസുകളുണ്ട്. സോ ആ ഗ്ലാൻസുകളാണ് ഈ ഒരു ഡിസ്ചാർജ്, ഈ ഒരു സ്രവം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളതാണ്. സോ അത് നോർമലാണ്. ആ വജീന ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, വളരെ നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാണ്. അതെന്തുകൊണ്ടും അനുഗ്രഹമാണ്, അല്ലാതെ അത് അബ്നോർമലായിട്ടുള്ള കാര്യമല്ല. സോ അബ്നോർമലായിട്ടുള്ള കേസ് ഏതാണ്? നമ്മളിപ്പോൾ നേരത്തെ കണ്ണിൻ്റെ കേസിൽ പറയുമ്പോൾ, ഇപ്പോൾ കണ്ണിൽ പൊടി വീഴുമ്പോഴാണ് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നത്. അല്ലാത്ത പക്ഷം നമ്മൾ കരയുമ്പോഴാണ് കണ്ണുനീർ ഉണ്ടാകുന്നത്. ഇനി ഇതൊന്നും അല്ലാതെ ചുമ്മാ കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു ഇൻഫെക്ഷൻ ഉണ്ട്, വേറെ എന്തോ കുഴപ്പമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതാണ് അബ്നോർമൽ കേസ്. അല്ലാണ്ട് നോർമലി ചുമ്മാ കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുന്നില്ലല്ലോ. അതേപോലെ തന്നെ ഇവിടെ ചില അബ്നോർമൽ കേസസ് ഉണ്ട്, ടെൻഷൻ അടിക്കേണ്ടുന്ന വിഷയങ്ങളുണ്ട്. അല്ലാത്ത കേസിൽ സാധാരണഗതിയിൽ എല്ലാ സ്ത്രീകളിലും കാണുന്ന ഒരു സാധാരണ കാര്യം മാത്രമാണ്. ചില പെർട്ടിക്കുലർ ടൈമിൽ ഇത് കൂടുതലായിട്ട് കാണും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് 1-2 ദിവസം മുമ്പ്, അതുപോലെ പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ തന്നെ ഈ ഒരു ഡിസ്ചാർജ് ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ചില കേസസ് ഉണ്ട്. അതുപോലെ ഓവുലേഷൻ സംഭവിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടും ഇത്തരത്തിലുള്ള ഡിസ്ചാർജുകൾ ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിൽ കാണാൻ പറ്റും. ഗർഭനിരോധന ഗുളികകൾ കഴിക്കുന്നവരിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാരിൽ ഇത് കാണാൻ പറ്റും. ഇതെല്ലാം സാധാരണമായിട്ടുള്ള സമയങ്ങൾ, ഇതെല്ലാം ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. അല്ലാണ്ട് വേറെ കോംപ്ലിക്കേഷൻസ് ഇല്ല. പക്ഷേ അതൊരു അബ്നോർമൽ ആവുന്ന കേസസ് ഏതൊക്കെയാണ് നമുക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പല ഇൻഫെക്ഷൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഡിസ്ചാർജ് കൂടുതലായിട്ട് ഉണ്ടാകുന്നതും അതിൻ്റേതായ മാറ്റങ്ങൾ വരുന്നതെന്നുള്ളതാണ്. സോ ടെൻഷൻ അടിക്കേണ്ടുന്ന വിഷയങ്ങൾ ഓരോന്ന് പറയുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് പോകേണ്ടുന്ന ഓരോ വിഷയങ്ങൾ എടുത്തെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് അസഹ്യമായിട്ടുള്ള ചൊറിച്ചിൽ, ഇതിൻ്റെ ഭാഗമായിട്ട് അസഹ്യമായിട്ടുള്ള ചൊറിച്ചിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ അടുത്ത് പോവുക. അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേണിംഗ് സെൻസേഷൻ, വല്ലാത്ത നീറ്റൽ, പുകച്ചിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകേണ്ടതാണ്. അതേപോലെ തന്നെ കൂടുതൽ എമൗണ്ടിൽ, എക്സസീവ് എമൗണ്ടിൽ കുറേയധികം ഉണ്ടാവുക, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ അടുത്ത് പോകേണ്ടതാണ്. ഇനി ഉണ്ടാവുന്നേ ഇല്ല എന്നുണ്ടെങ്കിലും ഡോക്ടറെ അടുത്ത് പോകാം. പിന്നെ ഒരു കാര്യം, കളർ ചേഞ്ചോ ഇല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് കാര്യമായിട്ട് എന്തെങ്കിലും ഒരു ഫിഷി സ്മെല്ല് വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും എന്തോ ഒരു ഇൻഫെക്ഷൻ, എന്തോ ഒരു കുഴപ്പമുണ്ട്. അതൊക്കെയാണ് അബ്നോർമൽ ആയിട്ടുള്ള കേസസിൻ്റെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഈ കളറ്, സ്മെല്ല് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇതൊരു അബ്നോർമൽ കേസാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അത് അതിൻ്റേതായ ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടായിരിക്കും. അതുകൊണ്ട് കൂടുതൽ ഹാംഫുൾ ആയിട്ട് അത് ബാധിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതുണ്ട്. അല്ലാത്ത കേസിൽ ഇപ്പം നോർമലി ഇപ്പം ഈ ഒരു വൈറ്റ് ഡിസ്ചാർജിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാഴ്ചക്ക് വൈറ്റിഷ് ആയിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ ട്രാൻസ്പാരൻ്റ് ആയിട്ടും കാണാൻ പറ്റും. അത് ഇൻഡിവിജ്വലി ഓരോ ആൾക്കാരും ഡിഫറൻ്റ് ആയിരിക്കും. ചിലർക്ക് നല്ല വൈറ്റിഷ് ആയിരിക്കും, ചിലർക്ക് അത് കുറച്ച് ട്രാൻസ്പാരൻ്റ് ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. ഇപ്പം ആണുങ്ങളുടെ ശുക്ലത്തിൻ്റെ കേസാണ്, ചിലർ പറയും വാട്ടറി ആയിട്ടാണ് വരുന്നത്, കുറേ കൂടി ട്രാൻസ്പാരൻ്റ് പോലെ ആയിട്ടാണ് വരുന്നത് പറയും. ചിലത് പറയും വളരെ കട്ടിയായിട്ടാണെന്ന് പറയും. സോ അത് ഇൻഡിവിജ്വലി അതിൻ്റേതായ ഡിഫറൻസുകൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, പല കാര്യങ്ങളും അതിനെ സ്വാധീനിക്കുന്നുണ്ടാവും. പിന്നെ പല ആൾക്കാരും ഡിഫറൻറ്റുമാണ്. എനിവേ അതുപോലെ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടും വൈറ്റിഷ് ആയിട്ടും കാണാൻ പറ്റും. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കി ആയിരിക്കും.
അതാണ് അതിൻ്റെ ഒരു സാധാരണഗതിയിലെ സ്വഭാവം എന്നുള്ളത്. സോ അതിൻ്റെ സ്വഭാവങ്ങൾ ഇപ്പോൾ കളർ ചേഞ്ച് ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു അബ്നോർമൽ കേസാണ്. നമ്മൾ ഇനി അതിലോട്ടാണ് പോകുന്നത്. എന്തൊക്കെ കളർ ചേഞ്ചസ് ആണ് വരുന്നത്? ഫസ്റ്റ് കളർ ചേഞ്ച് എന്ന് പറയുന്നത് റെഡിഷ് അല്ലെങ്കിൽ ബ്രൗൺ ആയിട്ട് നമ്മൾ കാണുന്നത്. ഈ രണ്ട് തരത്തിൽ കാണുന്നത് അതിൽ ചിലപ്പം ബ്ലഡിൻ്റെ കണ്ടന്റ് ഉണ്ടാകുമ്പോഴാണ്. ഇങ്ങനെ വരുന്നത് പീരീഡ്സിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് അല്ലെങ്കിൽ വജീനൽ ഡിസ്ചാർജ് ഉണ്ടാകുന്ന സമയത്താണ് പൊതുവിൽ ബ്ലഡ് കലർന്ന് വരുന്നത്. ചിലപ്പോൾ അതുകൊണ്ട് റെഡിഷ് ആയിട്ടും ബ്രൗണിഷ് ആയിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു വൈറ്റ് ഡിസ്ചാർജിൻ്റെ കൂടെ ബ്ലഡ് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ബ്രൗണിഷ് ആയിട്ടായിരിക്കും പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത്. സോ അത് നോർമലാണ്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഈ പീരീഡ്സ് ഏത് സമയത്താണ് ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്കൊരു ധാരണയുണ്ടല്ലോ. സോ ആ പീരീഡ്സ് സംഭവിക്കുന്നതിന് 1-2 ദിവസം മുമ്പും ശേഷവും ഒക്കെ ഉണ്ടാകുന്നത് നമുക്ക് ചിന്തിച്ചറിയാം. കാരണം ഈ പീരീഡ്സ് വരാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബ്ലീഡിങ് വന്നതെന്നുള്ളത്. പക്ഷേ ഇതുമായിട്ട് ഈ പീരീഡ്സുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്തൊരു സമയത്ത് ഇതുപോലെ റെഡിഷും ബ്രൗണിഷും ഒക്കെ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഡോക്ടറെ കാണുന്നത് നല്ലതായിരിക്കും. ഒരുപക്ഷെ റെഡിഷൊക്കെ ആയിട്ട് കാണുന്നുണ്ട്, ബ്രൗണിഷ് ആയിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ സെർവിക്കൽ ക്യാൻസർ വരെ ആവാൻ സാധ്യതകളുണ്ട്. അതിൻ്റെ ഒരു ലക്ഷണമായിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും. ഉറപ്പായിട്ട് പറയുന്നതല്ല, സാധ്യതകളാണ് കേട്ടോ ഇങ്ങനെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണാം. വേറൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് കേടി ആയിട്ട്, അതായത് നമ്മൾ കട്ട തൈരൊക്കെ ഇല്ലേ, നല്ല തൈര് പോലെ അതുപോലെ കുറച്ച് കട്ടയായിട്ട് നല്ല വൈറ്റിഷ് ആയിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ്റെ ലക്ഷണമായിരിക്കാം. ഇതിൻ്റെ ഭാഗമായിട്ട് അസഹ്യമായിട്ടുള്ള ചൊറിച്ചിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ഇങ്ങനെ അസഹ്യമായ ചൊറിച്ചിലുണ്ട്, വൈറ്റ് കേടി ആയിട്ടാണ് ഇത് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണുക. കാരണം അത് ഫംഗൽ ഇൻഫെക്ഷൻ ആയിരിക്കും, അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ എടുക്കേണ്ടതുണ്ട്. ഇനി ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ യെല്ലോ കളറിലായിരിക്കും ചിലപ്പോൾ ഈ ഒരു ലിക്വിഡ് വരുന്നത്, ഈ ഒരു ഫ്ലൂയിഡ് വരുന്നത്. അതുപോലെ തന്നെ കാര്യമായിട്ടുള്ള സ്മെല്ലുണ്ടാവും. ഇപ്പോൾ ഫിഷി സ്മെല്ല്, അങ്ങനെയുള്ള ഒരു അമോണിയയുടെ സ്മെല്ല്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അസിഡിക് ചേഞ്ചും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അത്തരത്തിലുള്ള സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. സോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു യെല്ലോയിഷ് ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്മെല്ല് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാൻ സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യെല്ലോയിഷ് അല്ലെങ്കിൽ ഗ്രീനിഷ് ആയിട്ട് കാണുന്ന മറ്റൊരു കേസ് ഉണ്ട്. അതാണ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. ഇപ്പോൾ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് പലതും നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ക്ലമഡിയ, അതുപോലെ ഗൊണേറിയ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്രീനിഷ് ഓർ യെല്ലോയിഷ് ആയിട്ടുള്ള ഈ ഒരു ലിക്വിഡാണ് നമുക്ക് കാണാൻ പറ്റുക, ഈ ഒരു ഫ്ലൂയിഡാണ് നമുക്ക് കാണാൻ പറ്റുക. വജീനൽ ഡിസ്ചാർജ് ആ ഒരു നിറത്തിലായിരിക്കും കാണാൻ പറ്റുന്നത്. സോ നമുക്ക് അങ്ങനെ ഒരു ഡിസ്ചാർജ് ആണ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസീസ് നമ്മുടെ ശരീരത്തിൽ എത്തിയിട്ടുണ്ട്, പ്രശ്നമുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നിറം വന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും മസ്റ്റായിട്ട് ഡോക്ടറെ കാണേണ്ടതുണ്ട്. നമ്മുടെ ഒരു പാർട്ണറിൽ നിന്നായിരിക്കാം അത് വന്നിട്ടുണ്ടാവുക, അൺനോൺ പാർട്ട്നേഴ്സുമായിട്ട് ചെയ്ത സമയത്തായിരിക്കാം വന്നിട്ടുണ്ടാവുക. ഏത് രീതിയിലും ഇങ്ങനെയുള്ള ഡിസീസ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആണല്ലോ, സോ അത് അങ്ങനെ വന്നതായിരിക്കാം. ഓക്കെ, സോ അങ്ങനെയുള്ള കേസിനും ഡോക്ടറെ കണ്ടിട്ട്, ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാത്തിനും ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെയൊരു ഡിസ്ചാർജിൽ കളർ ചേഞ്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ കാണുക. ഇനി അൺകൺട്രോൾഡ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക. ഇനി ഉണ്ടാകുന്നേ ഇല്ല എന്നുണ്ടെങ്കിലും ഡോക്ടറെ കാണുന്നതിൽ തെറ്റില്ല. അസഹ്യമായ ചൊറിച്ചിലുണ്ട്, ബേണിംഗ് സെൻസേഷൻ ഉണ്ട്, ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണുക എന്നുള്ളതാണ്. സോ ഈ കളർ ചേഞ്ചുകൾ ഉണ്ടോ എന്നുള്ളത് നോട്ടീസ് ചെയ്യുക. അല്ലാണ്ട് നോർമൽ കേസിൽ നോർമൽ തന്നെയാണ്, എല്ലാവരിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പക്ഷേ അബ്നോർമൽ കേസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞാൽ അനുഗ്രഹമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ക്ലീനിങ് പ്രോസസ്സിൻ്റെയും ഒക്കെ ഭാഗപാട് ഇതിലെ കാര്യത്തിൽ സന്തോഷിക്കുക. നിങ്ങൾക്ക് അതുണ്ടെന്നുണ്ടെങ്കിൽ ഹാപ്പിയാണ്, നല്ല കാര്യമാണ്, നമുക്ക് നമ്മുടെ അനുഗ്രഹമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത്രയേ ഉള്ളൂ. അബ്നോർമൽ ആണെന്നുണ്ടെങ്കിൽ മാത്രം ചെക്ക് ചെയ്യുക, അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ, ഫംഗൽ ഇൻഫെക്ഷൻ, ആ കാര്യങ്ങളെല്ലാം ട്രീറ്റ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇതൊക്കെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് സെക്ഷുവലിയാണ് വരുന്നത്. ഇനി അല്ലാതുള്ള ബാക്ടീരിയൽ, ഫംഗൽ, അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വരാൻ ചില റീസൺസുകൾ പറയാനാണെന്നുണ്ടെങ്കിൽ വെറ്റായിട്ടുള്ള അണ്ടർവെയർ ധരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോൾ മഴക്കാലത്ത് ഉണങ്ങിയിട്ടില്ല, ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പല കേസസ് ഉണ്ടാവില്ല, അരക്കിയിട്ട് ഉണങ്ങിയിട്ടില്ല, അങ്ങനെയുള്ള പല കേസസ് ഉണ്ടാവും. സോ ഈ വെറ്റായിട്ടുള്ള അണ്ടർവെയർ യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ പീരീഡ്സ് ആയിട്ടുള്ള ടൈമിൽ, ഇല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്തിട്ട് അവിടെ യൂറിൻ്റെ നനവ്, ഇങ്ങനെ പല രീതിയിൽ, ഇല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്തതിന് ശേഷം അവിടെ വാഷ് ചെയ്തിട്ട് അതിൻ്റെ ഒരു നനവ് അവിടെ സൂക്ഷിക്കുക. അങ്ങനെ അണ്ടർവെയർ കൂടുതൽ വെറ്റായിട്ടിരിക്കുന്ന ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഈ ഒരു വൈറ്റ് കേടി ആയിട്ടുള്ള അങ്ങനെയുള്ള സംഭവങ്ങൾ, ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതിനനുസരിച്ചുള്ള ഫംഗൽ ഇൻഫെക്ഷൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. സോ ഇത്തരത്തിലുള്ള വെറ്റായിട്ടുള്ള അണ്ടർവെയർ ഇടാതിരിക്കുക. മാക്സിമം വളരെ ഡ്രൈ ആയിട്ടുള്ള, ഉണങ്ങിയിട്ടുള്ള അണ്ടർവെയർസ് മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അത് ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. പിന്നൊരു കാര്യം,
യൂറോപ്യൻ ടോയ്ലറ്റാണ്. പബ്ലിക്കായിട്ടുള്ള യൂറോപ്യൻ ടോയ്ലറ്റ് ഇല്ലെങ്കിൽ മറ്റൊരാൾ യൂസ് ചെയ്തിട്ട് പല ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ ടോയ്ലറ്റ് പോയി ഇരുന്നിട്ട് അവിടെ നിന്നും ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരാം, ബാക്ടീരിയലോ ഫംഗലോ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരാം. സോ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ക്ലോസറ്റുകൾ യൂസ് ചെയ്യുക. അതുപോലെ നിങ്ങൾ അങ്ങനെ ഒരു ടോയ്ലറ്റ് പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം യൂസ് ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ട് സോപ്പൊക്കെ ഉപയോഗിച്ച് വാഷ് ചെയ്യുക. അല്ലാത്ത പക്ഷം ഒരുപക്ഷെ ഇൻഫെക്ഷൻസ് വരാം. അതുകൊണ്ട് തന്നെ മാക്സിമം ഹൈജീനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്നുള്ളത്. പിന്നെ പ്യൂബിക് ഹെയർസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്യൂബിക് ഹെയർസ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറ്റായിട്ടിരിക്കാനും അതിൻ്റെ ഉള്ളിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം. ഇനി അതല്ല, ഹെയർസ് ഉണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ ഹൈജീനിക്കായിട്ട് നിങ്ങൾ സൂക്ഷിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ വെറ്റായിരിക്കാൻ സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. റിമൂവ് ചെയ്യണമെന്ന് മസ്റ്റായിട്ടുള്ള കാര്യമല്ല പറയുന്നത്. നിങ്ങൾ പ്രോപ്പറായിട്ട് ഹൈജീനിക്കായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹെയർസ് അവിടെ ഉണ്ടെങ്കിൽ പോലും കുഴപ്പങ്ങളില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ റീസണും അതിൻ്റെ കാര്യങ്ങളും എല്ലാം നമ്മൾ ഏകദേശം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മാക്സിമം എളുപ്പത്തിൽ പറയാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വലിയ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്താം. നമ്മളെ വീഡിയോയിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള ടോപ്പിക് ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് അവിടെ ഫ്രീ ആണ്, കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഫോളോ ചെയ്യുക. nidhinrajnirappel എന്ന് തന്നെയാണ് അതിൻ്റെ ഐഡി. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് ടൈമായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി അടിപൊളി വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ സജസ്റ്റ് ചെയ്ത ഒരുപാട് ടോപ്പിക്കുകൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ചെയ്യാനുണ്ട്. ഇത്രേ ഉറപ്പായിട്ടും നമ്മൾ ചെയ്യും. ആരും പരിഭവങ്ങളൊന്നും കാണിക്കേണ്ട. കാരണം നിങ്ങൾ സജസ്റ്റ് ചെയ്ത് ഞാൻ ചെയ്തില്ല എന്നൊന്നും തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടാറ്റ.